പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് പള്ളിക്കരയിലാണ്. കാക്കനാട് ഇൻഫോ പാർക്കായിട്ട് വളരെ അടുത്തുള്ള സ്ഥലവും കൂടിയാണ് പള്ളിക്കര മെയിൻ ജംഗ്ഷനിലേക്ക് 1 കിലോമീറ്റർ താഴെയാണ് ഇവിടെ നിന്ന് വരുന്ന ദൂരം വരുന്നത്. അപ്പോൾ നല്ലൊരു ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 4.5 സെൻറ്റ് ഭൂമിയിൽ 1950 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ യൂട്ടിലിറ്റിയാണ്. ഇനി ഇവിടെ നിന്ന് അടുത്തുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ഒന്ന് പറയാം. നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് മാത്രമല്ല ആലുവയിലേക്കും തൃപ്പൂണിത്തുറയ്ക്കും എറണാകുളത്തേക്കും ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. നമ്മളിപ്പോൾ വീടിൻ്റെ കോമ്പൗണ്ടിനകത്താണ്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒന്ന് ഫ്രണ്ടിലും പിന്നെ ഒന്ന് പോർച്ചിലും നമുക്ക് ഇടാനുള്ള സ്പേസ് ഉണ്ട്. വലിയൊരു വാഹനം കടന്നു വീഴുന്ന രീതിയിലാണ് ഇത് പോർച്ച് ഒരുക്കിയിട്ടുള്ളത്. ടൈലാണ് ഒട്ടിച്ചുള്ളത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കിണർ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ബോർ വെല്ലും വരുന്നുണ്ട്. സെറ്റ് ബാക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു വാട്ടർ ലൈനും വരുന്നുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു പോർച്ച് കിട്ടിയിട്ടുണ്ട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. വീടിൻ്റെ ദർശനം വരുന്നത് വടക്കോട്ടാണ്. നോർത്ത് ഫേസിംഗ് ആണ് വീട് വരുന്നത്. നേരെ അകത്തേക്ക് കയറാം. സിറ്റൗട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. നല്ല മരത്തിൽ തീർത്ത് സിംഗിൾ ഡോർ വന്നിട്ടുണ്ട്. ടീക്കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത്. നേരെ ലിവിങ് സ്പേസിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ലിവിങ് സ്പേസിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. 3 പാളി ഫ്രഞ്ച് വിൻഡോസ് ചെയ്തിട്ടുണ്ട്. കർട്ടൻ പാനലിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും കർട്ടൻ പാനലിംഗ് വന്നിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സും അല്ലെങ്കിൽ ക്യൂരിയസ് വെക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. മേലെ ഭംഗിയായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. എനിക്ക് ഫ്രണ്ടിലായിട്ട് മനോഹരമായിട്ട് ഇവിടെ ടി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ളൊരു ടി യൂണിറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ലിവിങ്ങും ഡൈനിങ്ങും സെപ്പറേറ്റഡ് ആണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലാണ്. ഈസ്റ്റ് സൈഡാണ് ഈ കാണുന്നത്. 3 പാളി ജനൽ. അപ്പോൾ ധാരാളം സൂര്യപ്രകാശം കടന്നു വീഴുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് LED ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭിത്തിയുടെ കളർ പാറ്റേണിൽ മാറ്റമുണ്ട്. ഒരു ഡിസൈൻ വർക്കൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഷെൽഫും അവൈലബിൾ ആണ്. കോക്കറി ഷെൽഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെയും ഒരു ഷെൽഫ് കിട്ടിയിട്ടുണ്ട്. ഇനി വാഷ് ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റെയറിനടിയിൽ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു കൗണ്ടർ വാഷ് ബേസിനാണ് വന്നുള്ളത്. സെറയുടെ ഫിറ്റിങ്സ് വന്നിട്ടുണ്ട്. ചുറ്റും ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. നല്ലൊരു മിറർ വരുന്നുണ്ട്. ലൈറ്റ് വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സ്റ്റെയറിനടി പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. അതും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്ക് അതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇൻവെർട്ടർ മാത്രമല്ല മറ്റ് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഒരു C ടൈപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചുള്ളത്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു സിങ്ക് വരുന്നുണ്ട്. നല്ലൊരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 പാളി ജനൽ വന്നിട്ടുണ്ട് സൗത്ത് സൈഡിൽ. മേലെ ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല കിഴക്കോട്ട് പാചകം ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ഫുഡും ഹോബും അറേഞ്ച് ചെയ്യാവുന്നതാണ്. കിഴക്കോട്ട് തുറക്കാവുന്ന രീതിയിൽ ഡോറും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് കിഴക്കോട്ട് തുറക്കാവുന്നതാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഫ്രിഡ്ജ് വെക്കാനായിട്ട് ഈ സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ പവർ പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജ് നമുക്ക് ഇവിടെ വെക്കാവുന്നതാണ്. ഒരു കൗണ്ടറും കിട്ടിയിട്ടുണ്ട്. നല്ല കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. മേലെ ഭംഗിയായിട്ട് ഇത് പാനൽ ചെയ്തിട്ടുണ്ട്. നല്ല ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. നമ്മളിപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു കിങ് സൈസ് ബെഡ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 2 സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് 2 ഫാൻസി ലാമ്പ് കൊടുത്തിട്ടുണ്ട്. കർട്ടൻ കവറിങ് വരുന്നുണ്ട്. 3 പാളി ജനലാണ് അവിടെ വന്നുള്ളത് സൗത്ത് സൈഡിൽ. ഇത് വെസ്റ്റ് സൈഡാണ്. പിന്നെ ഭംഗിയായിട്ട് ഇതിന് കബോർഡ് ചെയ്തിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിററും ലൈറ്റും കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വാർഡ്രോബ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ നീളം വരുന്നത് 14 അടി നീളവും 12 അടി വീതിയുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. കൗണ്ടർ വാഷ് ബേസിനാണ് വന്നുള്ളത്. നല്ലൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഒരു മിററും ലൈറ്റും വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ടാണ് ഡൈവേറ്റർ വന്നുള്ളത്. അതും സെറയുടെയാണ്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. അതും സെറയുടെയാണ്. എക്സോസ്റ്റ് വരുന്നുണ്ട്. നല്ലൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്.
ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. താഴെ ഇതിന് 2 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരികയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 11 അടി നീളവും 10 അടി വീതിയും വന്നിട്ടുണ്ട്. ഒരു ഡബിൾ കോട്ട് കട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. സൈഡ് ടേബിൾ വരുന്നുണ്ട്. നല്ലൊരു കബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വാൾഡ്രോബ്സ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബൈ വിൻഡോ ഒക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. താഴെയും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ആ ഭാഗത്തും സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് ഒന്ന് വരാം. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. ഡയവേറ്റർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ട് നല്ലൊരു കൗണ്ടർ വാഷ് ബേസിനും അതിന് സ്റ്റോറേജ് സ്പേസും മിററും ഒക്കെ വരുന്നുണ്ട്. നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടി. ഇനി നമുക്ക് അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, സ്റ്റീലിൻ്റെ ഹാൻഡിലാണ്. ഈസി ആയിട്ട് നമുക്ക് മേലേക്ക് കയറാം. വെസ്റ്റ് സൈഡിൽ ഒരു 2 പാളി ജനലും കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലാണ് വന്നുള്ളത്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഫാമിലി അപ്പർ ലിവിങ് സ്പേസും കൂടാതെ സ്റ്റഡി ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ബുക്ക് ഷെൽഫായിട്ട് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം. ഇതിൻ്റെ നീളം വരുന്നത് ഏകദേശം 13 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. കിങ് സൈസ് ബെഡ് ഇട്ടിട്ടുണ്ട്. 2 സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റ് സൈഡിലേക്കാണ് ഹെഡ് പൊസിഷൻ കൊടുത്തിട്ടുള്ളത്. 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ഇവിടെയും കബോർഡ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കബോർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസ്റ്റ് സൈഡാണ്, ഇത് നോർത്ത് സൈഡാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് പോകുന്ന എൻട്രൻസിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും കിട്ടിയിട്ടുണ്ട്. ഇനി ബാത്റൂമിലേക്ക് ഒന്ന് വരാം. നല്ലൊരു കൗണ്ടർ വാഷ് ബേസും കിട്ടിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. മിറർ വരുന്നുണ്ട്, ഡൈവേറ്റർ വരുന്നുണ്ട്, റെയിൻ ഷവർ വരുന്നുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഫൈബർ ഡോർ തന്നെയാണ് ഇതിന് വന്നുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. നമ്മളിപ്പോൾ അപ്പർ ലിവിങ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണർ തന്നെയാണ്. അപ്പോൾ കിങ് സൈസ് ബെഡ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. സൈഡ് ടേബിൾ വരുന്നുണ്ട്, സൈഡ് ലാമ്പ് വരുന്നുണ്ട്, ഹെഡ് പൊസിഷൻ വരുന്നത് സൗത്തിലേക്കാണ്. അപ്പോൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് കമ്പ്യൂട്ടർ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അകത്തേക്ക് കയറ്റിയാണ് അലമാര ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാൾഡ്രോബ്സ് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സ്പേസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനും പറ്റും. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട്. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മിറർ വരുന്നുണ്ട്, ഡയവേറ്റർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, അതുപോലെ സിംഗിൾ പീസ് ക്ലോസറ്റ് തന്നെയാണോ എന്നുള്ളത്. നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോവാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലാണ്. ഫുള്ളി കവേർഡ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ആണ്. വർക്ക് പെൻഡിങ് ഉണ്ട്, കുറച്ച് വർക്കുകൾ തീർക്കാനുമുണ്ട്. അപ്പോൾ ഒട്ടിച്ചിരിക്കുന്ന ടൈല് 2x2 മാറ്റ് ടൈൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം വെള്ളം വീഴുന്ന ഭാഗമായതുകൊണ്ട് സ്ലിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാറ്റ് ടൈൽ കൊടുത്തിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് പവർ പോയിന്റ്, വാട്ടർ ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഓപ്പൺ ടെറസിലേക്ക് കയറുന്ന ലാഡറാണ് ഈ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിലൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് മേലേക്ക് കയറാം. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഷീറ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുൾ ആണ്. നമുക്കിനി ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് ഒന്ന് പോവാം. നല്ലൊരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 3-4 ചെയറിടാണ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ വരുന്നുണ്ട്, ടഫ് ആൻഡ് ഗ്ലാസ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നല്ല ചെടികളൊക്കെ വെച്ചിട്ട് ഫ്രണ്ട് എലിവേഷൻ നമുക്ക് ഇതിന് മനോഹരമാക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഭംഗിയുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട് പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്ത്, പള്ളിക്കര ജംഗ്ഷനോട് വളരെ അടുത്തായിട്ട് നല്ലൊരു ഏരിയയിൽ ഭംഗിയുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 4.5 സെൻറ്റ് ഭൂമി, 1950 സ്ക്വയർ ഫീറ്റ്, 4+ യൂട്ടിലിറ്റിയാണ്. ഇതിന് ചോദിക്കുന്ന വില 78 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് കാണുവാനും ഇതെടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇതുപോലുള്ള സിമിലറായുള്ള ഒരുപാട് പ്രോജക്റ്റുകളും നമ്മുടെ പക്കലുണ്ട്. നിങ്ങളുടെ മനസ്സിനിണങ്ങുന്നതും നിങ്ങളുടെ ബഡ്ജറ്റിനിണങ്ങുന്നതുമായിട്ടുള്ള പ്രോജക്റ്റുകൾ നമുക്ക് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.